നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ നാളുകളിലെയൊക്കെ വിവാഹ അനന്തരമുള്ള ജീവിതത്തിൻ്റെ ഫലമായിട്ട് ആത്മഹത്യകൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ ഇനി എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഓരോ ദിവസവും പെൺമക്കളുടെ ആത്മഹത്യകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ മാതാപിതാക്കൾ അനുഭവിക്കുന്ന വേദനയ്ക്ക് മറ്റ് മാർഗങ്ങളൊന്നുമില്ല. ഒരു ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് തിരികെ ലഭിക്കുന്നതല്ലല്ലോ. അതുകൊണ്ട് തന്നെ പെൺമക്കളുടെ ആത്മഹത്യകൾ പെരുകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ വിവാഹത്തിൻ്റെ രീതികൾക്കൊക്കെ ഒരു മാറ്റം വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് തോന്നാറുണ്ട്. വിവാഹവും വിവാഹാനന്തര ജീവിതവുമൊക്കെ ഓരോ മനുഷ്യൻ്റെയും സ്വപ്നങ്ങളാണ്. പക്ഷേ സാധിക്കാതെ പോകുന്നത് ഓരോ വീട്ടിൽ ചെന്ന് കയറുന്ന അവിടുത്തെ ജീവിത രീതികൾക്കനുസരിച്ച് മുൻപോട്ട് പോകാൻ സാധിക്കാതെ പ്രതിസന്ധിയിലും മാനസികമായുള്ള സംഘർഷങ്ങളിലും അകപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന കുഞ്ഞുങ്ങളെയാണ്. അതുകൊണ്ട് തന്നെയും പെൺമക്കളുടെ വിവാഹമൊക്കെ ഇനി ആലോചിച്ച് വളരെ തീരുമാനമെടുക്കേണ്ട കാര്യങ്ങളാണ്. വിവാഹം കഴിച്ചില്ലെങ്കിലും സന്തോഷത്തോടുകൂടി ജീവിക്കുവാൻ ശ്രമിക്കുക എന്നേ പറയാനായിട്ട് സാധിക്കൂ. വിവാഹത്തിന് ശേഷം ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് ഏത് ആത്മഹത്യയുടെ പിന്നിലും എന്ന് ഇപ്പോഴൊക്കെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയും പെൺകുഞ്ഞുങ്ങളെ വീട്ടിൽ നിന്ന് വിവാഹം കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് വിടാതെ സ്വന്തം വീട്ടിൽ തന്നെ നിലനിർത്തുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഓരോ പെൺകുട്ടിയും ഒരുപാട് പെൺകുട്ടികളുണ്ടെങ്കിൽ മാറി താമസിക്കാനുള്ള ഒരു രീതി തുടരുക. അതല്ല എങ്കിൽ ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയുമുള്ള വീട്ടിലാണെങ്കിൽ പെൺമക്കൾ വീട്ടിൽ തന്നെ നിൽക്കട്ടെ. ആ പെൺകുഞ്ഞ് ആ വീട്ടിലെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുന്നത് കൊണ്ട് തന്നെയും വരുന്ന ആൺമക്കളെ അത്രയും സ്നേഹത്തോടു കൂടി, അല്ലെങ്കിൽ മരുമക്കളായ ആണുങ്ങളെ അത്രയും സ്നേഹത്തോടു കൂടി കരുതുവാൻ ആ വീട്ടിലുള്ളവർക്ക് സാധിക്കും. നേരെ മറിച്ച് ഒരു പെൺകുട്ടി മറ്റൊരു വീട്ടിൽ ചെന്ന് കയറിക്കഴിഞ്ഞാൽ അവർക്കൊരിക്കലും ഉൾക്കൊള്ളാനാവാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നതായിട്ട് അനുഭവങ്ങൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയുമല്ലാത്ത വളരെയധികം സ്നേഹത്തോടും കരുതലോടും കൂടി ജീവിക്കുന്ന ഭവനങ്ങളുമുണ്ട്. പക്ഷേ ഏറിയ പങ്കും മരുമക്കളോട് ക്രൂരത കാട്ടി ജീവിക്കുന്ന ആണുങ്ങളുടെ അമ്മമാരെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ വിവാഹം പെൺമക്കളുടെ വീട്ടിൽ തന്നെ വിവാഹത്തിന് ശേഷവും കയറി വരുന്ന ആണുങ്ങളോടൊപ്പം ജീവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാവണം. ആൺമക്കൾ മറ്റൊരു വീട് തിരഞ്ഞെടുത്തുകൊണ്ട് പോയി ജീവിക്കട്ടെ. ആണുങ്ങൾ ഉത്തരവാദിത്വത്തോടുകൂടി ജീവിക്കുന്നവരെന്ന് പറയപ്പെടുന്നത് കൊണ്ട് തന്നെ മറ്റൊരു വീടെടുത്ത് അവിടെ കയറി വരുന്ന പെണ്ണുമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാവണം. അതല്ലാതെ ഇത്തരത്തിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നാൽ കേരളത്തിൽ ആത്മഹത്യകളുടെ എണ്ണം കൂടുക തന്നെ ചെയ്യും. സ്വതന്ത്രമായി ആരെയും ജീവിക്കാനും സമ്മതിക്കില്ല. തങ്ങളുടെ അവസ്ഥ പറഞ്ഞുകൊണ്ട് മാതാപിതാക്കൾ പലയിടങ്ങളിലും മക്കളെ ജീവിക്കാൻ വിടാത്ത സാഹചര്യങ്ങളുണ്ട്. തന്നെയുമല്ല, കൂട്ടം ചേർന്നുകൊണ്ട് നാത്തൂന്മാരുമൊക്കെയായി ചേർന്നുകൊണ്ട് വളരെയധികം വന്നു കയറുന്ന പെൺകുഞ്ഞുങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന രീതികളുമുണ്ട്. അതുകൊണ്ട് തന്നെയും ഇത്തരത്തിൽ മുൻപോട്ട് നീങ്ങിപ്പോകാൻ അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു നിയമപരിരക്ഷ വന്നുകൊണ്ട് ഈ രീതികൾ മാറണം.